വിദ്യാർത്ഥികളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ പന്നിക്കോട് ഹിദായത്ത് സുബിയാൻ മദ്രസയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൗതുകമായി. മദ്രസ ലീഡർ സ്ഥാനത്തേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ ബോധം വളർത്തി ജനാധിപത്യ പ്രക്രിയയിൽ അവരെ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പന്നിക്കോട് ഹിദായത്ത് സുബിയാൻ മദ്രസയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അവകാശമായ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന അതേ മാതൃകയിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. മദ്രസ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, വോട്ടർമാരായ വിദ്യാർത്ഥികളോട് വോട്ടഭ്യർത്ഥിച്ച് പ്രചാരണ രംഗത്ത് സജീവമാവൽ, ചിഹ്നങ്ങൾ പരിചയപ്പെടുത്തി വോട്ടർ സ്ലിപ്പ് നൽകുന്നതടക്കം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തീകരിച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നത്. തലേ ദിവസം രാത്രി തന്നെ പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയും തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സജ്ജീകരിച്ച് രാവിലെ 7:30 പോളിംഗ് ആരംഭിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വരിയായി നിന്ന് വളരെ അച്ചടക്കത്തോടെയാണ് കുഞ്ഞു വോട്ടർമാർ ഓരോരുത്തരായി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങിയത്. ബൂത്ത് ഏജന്റുമാരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവരും വോട്ടർമാരുടെ സ്ലിപ്പ് പരിശോധിച്ച് ഒപ്പിടുവിച്ച് ഇടതു ചൂണ്ടുവിരലിൽ മഷി പുരട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കൗണ്ടറിലെത്തി തങ്ങൾക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് നേരെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വോട്ടിംഗ് മെഷീനിൽ നിന്ന് കേൾക്കുന്ന ബീപ്പ് ശബ്ദത്തിൻ്റെ മാധുര്യമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് വിദ്യാർത്ഥികൾ സ്വയം തിരിച്ചറിയുകയായിരുന്നു. സ്ഥാനാർത്ഥികളായ മുഹമ്മദ് റിൻഷാദ് പേന അടയാളത്തിലും എം സഹദ് പുസ്തകമടയാളത്തിലുമാണ് മത്സരിച്ചത്. 92.45% വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഷെരീഫ് സഖാഫി, ഷാക്കിർ അലി സഖാഫി, ഹനീഫ അഷ്റഫി, സഹൽ അമ്മാനി എന്നീ അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. മാനേജ്മെൻറ്റ് പ്രതിനിധികളും SSF, SYS, മുസ്ലിം ജമാഅത്ത് പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.